നമസ്കാരം. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെതിരെ ശക്തമായ മുന്നറിയിപ്പുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത്. കീവ് ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ റഷ്യ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളെ അനാവശ്യവും അനിശ്ചിത സമയത്തുള്ളതുമായ ആക്രമണങ്ങൾ എന്ന് വിശേഷിപ്പിച്ച ട്രംപ് പുടിന് യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറല്ലെന്നും അദ്ദേഹത്തിനെതിരെ കൂടുതൽ കടുത്ത സാമ്പത്തിക നടപടികൾ സ്വീകരിക്കേണ്ടതായി വരുമെന്നും തന്റെ ട്രൂത്ത് സോഷ്യൽ അക്കൗണ്ടിലൂടെ മുന്നറിയിപ്പ് നൽകി. കഴിഞ്ഞ ദിവസം കീവിൽ റഷ്യ നടത്തിയ ആക്രമണത്തിൽ 12 പേർ കൊല്ലപ്പെടുകയും 90-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. 66 ബാലിസ്റ്റിക് ക്രൂയിസ് മിസൈലുകളും 145 ഷഹീദ് ഡ്രോണുകളും ഉപയോഗിച്ചുള്ള ഈ ആക്രമണം ഈ വർഷം ഇതുവരെ നടന്നതിൽ ഏറ്റവും വലിയ ആക്രമണമായിരുന്നു. ഈ ആക്രമണത്തിന് പിന്നാലെ വ്ളാഡിമിർ നിർത്തൂ, 5000 സൈനികർ ആഴ്ചതോറും മരിക്കുന്നു, സമാധാന കരാർ പൂർത്തിയാക്കൂ എന്നും ട്രംപ് പോസ്റ്റ് ചെയ്തു. അമേരിക്കയുടെ പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ് മോസ്കോയിൽ പുടിനുമായി നടത്തിയ ചർച്ചകൾക്ക് ശേഷമാണ് ട്രംപിന്റെ പ്രതികരണമെന്നതും ശ്രദ്ധേയമാണ്. നിബന്ധനകളില്ലാത്ത ചർച്ചയ്ക്ക് പുടിൻ തയ്യാറാണെന്ന് ക്രെംലിൻ അവകാശപ്പെട്ടെങ്കിലും യുക്രൈന്റെ നാറ്റോ അംഗത്വം ഉപേക്ഷിക്കുക, ക്രിമിയ ഉൾപ്പെടെ റഷ്യ പിടിച്ചെടുത്ത പ്രദേശങ്ങൾ അംഗീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചു. ട്രംപ് യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കിയുമായി റോമിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ ക്രിമിയ റഷ്യയ്ക്ക് വിട്ടുകൊടുക്കണമെന്ന് നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ സെലൻസ്കി ഇത് ശക്തമായി നിരസിച്ചു. റഷ്യൻ എണ്ണ കയറ്റുമതിക്ക് 25% തീരുവ ചുമത്തുമെന്നും ബാങ്കിംഗ് സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്തുമെന്നുമാണ് ട്രംപ് തന്റെ മുന്നറിയിപ്പിലൂടെ നൽകുന്ന സൂചന. എന്നാൽ യൂറോപ്യൻ നേതാക്കൾ ട്രംപിന്റെ നയം പൂർണ്ണമായും റഷ്യൻ അനുകൂലമാണെന്നും ചൂണ്ടിക്കാണിക്കുന്നു. ട്രംപിന്റെ നിർദ്ദേശങ്ങൾ യുദ്ധത്തിന്റെ ഇരയേക്കാൾ ആക്രമണകാരിയെ പിന്തുണയ്ക്കുന്നതായി തോന്നുന്നുവെന്ന് ബ്രിട്ടനിലെ റോയൽ യുണൈറ്റഡ് സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ നീൽ മെൽവിൻ പറഞ്ഞു. അതേസമയം സെലൻസ്കി പറയുന്നത് റഷ്യയുടെ സമാധാന വാഗ്ദാനങ്ങൾ വെറും പ്രചാരണമാണെന്നും പുടിന്റെ ലക്ഷ്യം യുക്രൈനെ അടിമുട്ടി തകർക്കലാണെന്നുമാണ്. അതേസമയം നേരത്തെ പുടിന് യുദ്ധം അവസാനിപ്പിക്കണമെന്ന് താല്പര്യമില്ലായിരിക്കുമെന്ന് ട്രംപ് വിമർശിച്ചിരുന്നു. റോമിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാരത്തോടനുബന്ധിച്ച് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം ട്രൂത്ത് സോഷ്യലിലെ പോസ്റ്റിലാണ് അദ്ദേഹം ഇങ്ങനെ കുറിച്ചത്. പുടിനെ വ്യത്യസ്തമായ രീതിയിൽ കൈകാര്യം ചെയ്യേണ്ടി വരുമെന്നും ട്രംപ് സൂചിപ്പിച്ചിരുന്നു. റഷ്യക്കെതിരെ കൂടുതൽ ഉപരോധങ്ങളാണ് ട്രംപ് ഉദ്ദേശിക്കുന്നതെന്നാണ് ഈ വാക്കുകളിൽ തെളിയുന്നത്. സമീപ ദിവസങ്ങളിൽ റഷ്യൻ വ്യോമസേന യുക്രൈനിലെ ജനവാസ മേഖലകളിൽ നടത്തിയ വ്യോമാക്രമണങ്ങളാണ് ട്രംപിനെ പ്രകോപിപ്പിച്ചത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ യുക്രൈനിലെ നഗരങ്ങളിലും പട്ടണങ്ങളിലും ജനവാസ മേഖലകളിലും പുടിൻ മിസൈൽ ആക്രമണം നടത്തിയതിൽ ന്യായീകരണമില്ല. അദ്ദേഹത്തിന് യുദ്ധം അവസാനിപ്പിക്കണമെന്നില്ലെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹത്തെ വ്യത്യസ്തമായ രീതിയിൽ കൈകാര്യം ചെയ്യേണ്ടി വരും. കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തേണ്ടി വന്നേക്കും. ധാരാളം ആളുകൾ മരിച്ചു വീഴുകയാണെന്ന് ട്രംപ് കുറിച്ചിരുന്നു. അതേസമയം യുക്രൈനുമായി ഉപാധികളില്ലാത്ത ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് US പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫുമായിട്ടുള്ള വെള്ളിയാഴ്ചത്തെ ചർച്ചയിലും പുടിൻ പറഞ്ഞിരുന്നു. ഫെബ്രുവരിയിൽ വൈറ്റ് ഹൗസിൽ നടന്ന ട്രംപ് സെലൻസ്കി ചർച്ച അലങ്കോലമായതിനു ശേഷം ഇതാദ്യമായാണ് ഇരു രാഷ്ട്ര നേതാക്കളും മുഖാമുഖം കാണുന്നത്. യുദ്ധത്തിൽ യുക്രൈനെ അമേരിക്ക സഹായിക്കുന്നതിനെ വേണ്ട വിധം സെലൻസ്കി മാനിക്കുന്നില്ലെന്നായിരുന്നു US നേതാക്കളുടെ പരാതി. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ വിശാലമായ ഇടത്തിലാണ് സഹായികളൊന്നുമില്ലാതെ ട്രംപും സെലൻസ്കിയും ചർച്ചയിൽ മുഴുകിയത്. നല്ല കൂടിക്കാഴ്ചയെന്ന് സെലൻസ്കി പിന്നീട് സോഷ്യൽ മീഡിയയിൽ കുറിച്ചു. ഞങ്ങളുടെ ജനങ്ങളുടെ ജീവൻ രക്ഷിക്കുന്ന കാര്യമാണ് ചർച്ച ചെയ്തത്. പൂർണ്ണവും ഉപാധികളില്ലാത്തതുമായ വെടിനിർത്തലാണ് വേണ്ടത്. മറ്റൊരു യുദ്ധം പൊട്ടിപ്പുറപ്പെടാതിരിക്കുന്ന വിധത്തിൽ സുസ്ഥിരമായ സമാധാനം, സംയുക്തമായ ഫലമുണ്ടായാൽ ഈ കൂടിക്കാഴ്ച ചരിത്രപരമായേക്കുമെന്നും സെലൻസ്കി കുറിച്ചു. ഇരു നേതാക്കളുടെയും സ്വകാര്യ കൂടിക്കാഴ്ചയിൽ വളരെ ഫലപ്രദമായ ചർച്ച നടന്നെന്ന് വൈറ്റ് ഹൗസ് വക്താവ് അറിയിച്ചു. അതേസമയം കഴിഞ്ഞ ദിവസം റഷ്യൻ തലസ്ഥാനമായ മോസ്കോയ്ക്ക് സമീപം നടന്ന കാർ ബോംബ് സ്ഫോടനത്തിൽ ഉന്നത റഷ്യൻ ജനറൽ കൊല്ലപ്പെട്ടിരുന്നു. പ്രതിരോധ മന്ത്രാലയത്തിലെ ജനറൽ സ്റ്റാഫ് മെയിൻ ഓപ്പറേഷൻ ഡയറക്ടറിന്റെ ഡെപ്യൂട്ടി ഡയറക്ടർ ലഫ്റ്റനന്റ് ജനറൽ യാരോസ്ലാവ് മോസ്കാലിക്കാണ് കൊല്ലപ്പെട്ടത്. 59-കാരനായ മോസ്കാലിക് വിവിധ ചർച്ചകളിൽ റഷ്യൻ പ്രതിരോധ മന്ത്രാലയത്തെ പ്രതിനിധീകരിച്ചിട്ടുണ്ട്. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി US പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് കൂടിക്കാഴ്ച നടത്തുന്നതിന് മുമ്പായിരുന്നു ഈ സംഭവം.